എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹാശിസുകളുടെ ഒരു വിവരണമാണ് ഇന്ന് പറയുന്നത്. ഇത് 4ാമത്തെ വീഡിയോയാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം. പഴയ വീഡിയോയും കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം. കുത്തില വറുത്തുപൊടിയും അടനിവേദ്യവും അതിനെപ്പറ്റിയുള്ള ഒരു കഥയാണ്. അതിനെപ്പറ്റി ഒരു ഐതിഹ്യമുണ്ട്, അത് പറയാം. ശ്രീ ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ഭഗവാന് വേണ്ടി ഉദയാർക്ക മഹർഷി നിവേദിച്ച നിവേദ്യമാണ് കുത്തില വറുത്തുപൊടി. പ്രതിഷ്ഠാ ദിനത്തിൽ കുറച്ച് ഉണക്കലരി മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും കിട്ടിയുമില്ല. ഉണ്ടായിരുന്ന ഉണക്കലരി വറുത്തു പൊടിച്ച് ഭഗവാന് നേദിച്ചു. ഭക്തജനങ്ങൾ ആ നിവേദ്യത്തിന് കുത്തില വറുത്തുപൊടി എന്ന് നാമകരണം ചെയ്തു. ഇന്നും ഭക്തജനങ്ങൾ ഈ നിവേദ്യം പ്രധാനപ്പെട്ടതും പ്രിയങ്കരവുമാണെന്ന വിശ്വാസത്തിൽ ഇന്നും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഇത് വഴിപാട് നടത്താറുണ്ട്. പഴുത്ത വാഴയുടെ ഇല കുമ്പിള് കുത്തി 2 സൈഡിലും ഈർക്കിൽ വെച്ച് കുത്തി അങ്ങനെയാണ് കുത്തില ഉണ്ടാക്കുന്നത്. ആ കുത്തിലയിലാണ് ഈ അരി നേദിക്കുന്നത്. ശനിയാഴ്ചയാണ് ഈ വറുത്തുപൊടി നിവേദ്യത്തിന് പ്രാധാന്യം. മിക്ക ശനിയാഴ്ചകളിലും ആയിരിക്കും ഇത് ചെയ്യാറുള്ളത്. അയ്യപ്പന് പ്രിയങ്കരമായിട്ടുള്ള മറ്റൊരു നിവേദ്യമാണ് അടനിവേദ്യം. അതിനെക്കുറിച്ചും പറയാം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നും വായിച്ചതാണ്. വളരെ പുരാതന കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കച്ചവടത്തിന് വേണ്ടി ഒരു ബ്രാഹ്മണൻ തകഴിയിൽ എത്തിച്ചേർന്നു. ക്ഷേത്രത്തിന് സമീപം താമസമുറപ്പിച്ചു. നിത്യവും ക്ഷേത്ര ദർശനവും കച്ചവടവും തുടർന്നു. അങ്ങനെ കച്ചവടം വളരെ ഉയർച്ചയിലെത്തി. ധാരാളം വസ്തുക്കൾ വാങ്ങാൻ കഴിഞ്ഞു. നിലമായും പുരയിടമായും ധാരാളം വസ്തുക്കൾ തകഴിയിൽ വാങ്ങി. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതുവരെ ലഭിക്കാത്ത പോലെ അനുഗ്രഹം ഉണ്ടായതെന്ന് ഉറച്ചു വിശ്വസിച്ചു വന്നു. അങ്ങനെ തനിക്ക് ലഭിച്ച ഭാഗ്യത്തിൽ നിന്നും ഒരു വിഹിതം അയ്യപ്പന് സമർപ്പിച്ചു. അത് 5 ചക്രമായിരുന്നു. തിരുവിതാംകൂറിലെ ശ്രീപത്മനാഭസ്വാമിയുടെ ശംഖും ചക്രവും പതിച്ച നാണയമായിരുന്നു. 5 ചക്രത്തിന് 5 അട നിവേദിച്ച് കൊടുക്കും. ഈ 5 അടയും വിറ്റ് 5 ചക്രം കരസ്ഥമാക്കി ഓരോ ദിവസവും വഴിപാട് മുടങ്ങാതെ നടത്തി വന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കച്ചവടക്കാരനായ ബ്രാഹ്മണന് നാട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യം വന്നു. അദ്ദേഹം അടവഴിപാട് മുടങ്ങാതെ നടത്താൻ മറ്റൊരാളെ ഏൽപ്പിച്ചു മടങ്ങി. കുറച്ചു കാലം കൂടി കഴിഞ്ഞ് നാട്ടിൽ നിന്നും പോരാമെന്ന് കരുതി നാട്ടിൽ തങ്ങി. ഈ സമയം അടവഴിപാട് വേണ്ട രീതിയിൽ നടത്താൻ കഴിയാതെ ഇടയ്ക്ക് മുടക്കം വന്നു. ഈ സമയം ബ്രാഹ്മണന് തമിഴ്നാട്ടിലെ വീട്ടിൽ പല ദോഷങ്ങളും കണ്ടു. പല പ്രതിവിധികളും നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അപ്പോൾ ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം വെച്ചു. പ്രശ്നത്തിൽ പറഞ്ഞു, അയ്യപ്പസ്വാമിയുടെ കാര്യത്തിൽ എന്തെങ്കിലും വിഘ്നം വരുത്തിയോ എന്ന് ചോദിച്ചു. എന്നാൽ അതിന് പരിഹാരം കാണാനും പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് തകഴിയിലെ അടനേദ്യത്തിൻ്റെ കാര്യം ഓർമ്മ വന്നു. അദ്ദേഹം തകഴിയിൽ മടങ്ങിയെത്തി അന്വേഷിച്ചപ്പോൾ അടവഴിപാട് മുടങ്ങിയിരിക്കുന്നുവെന്നറിഞ്ഞു. അദ്ദേഹം വളരെ വിഷമിച്ചു. അങ്ങനെ ആ തെറ്റ് തിരുത്തണമെന്ന് കരുതി അദ്ദേഹം തൻ്റെ തെറ്റ് ക്ഷമിക്കാൻ നടക്കി നേരെ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. തൻ്റെ കുടുംബത്തിൽ വന്നു ചേർന്ന ദോഷങ്ങളും മാറ്റിത്തരണമേ എന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു. ഇനിയും ഇങ്ങനെ അടനിവേദ്യം മുടങ്ങാതിരിക്കാൻ തകഴിയിൽ തനിക്കുള്ള വസ്തുവിൽ നിന്നും 12 പറ നിലം തകഴി ദേവസ്വത്തിലേക്ക് അവകാശപ്പെടുത്തി എഴുതി നൽകിയതിന് ശേഷമാണ് ഈ ബ്രാഹ്മണൻ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയത്. ഇപ്പോഴും ഈ വഴിപാട് ഭക്തജനങ്ങൾ നടത്തുന്നു. പണ്ട് ദേവസ്വം വസ്തുക്കളും വയലും നിലവുമൊക്കെ പാട്ടത്തിന് കൊടുത്തു. എന്നാൽ അവയുടെ ഉടമസ്ഥാവകാശം സർക്കാർ പാട്ടക്കാർക്ക് എഴുതി നൽകി. എങ്കിലും ഇന്നും ഭക്തർ ഈ മുടക്കം കൂടാതെ അടവഴിപാട് അവരുടെ വഴിപാടായി നടത്തുന്നുണ്ട്. അത്താഴപൂജയ്ക്ക് ശേഷമാണ് ഈ വഴിപാട് നടത്തുക. ഈ വഴിപാടുകാരൻ അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് ഈ അടയുടെ പ്രസാദം നൽകിയതിന് ശേഷമാണ് തൻ്റെ വീട്ടിലേക്ക് ഈ അട കൊണ്ടുപോകുന്നത്. എന്ത് കാര്യങ്ങളും ഭഗവാന് നേദിക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്തുള്ള ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ട് പോകുന്നത് വളരെ ഐശ്വര്യകരമാണെന്നാണ് പറയുന്നത്. വളരെ സ്വാദിഷ്ടമായിരുന്നു ഈ അട. അതിന് ഒരു പ്രത്യേക രുചി തന്നെയായിരുന്നു. ഞാനും ഈ അട കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ അടനിവേദ്യം നടത്താറുണ്ട് പലരും വഴിപാടായിട്ട്. ഇതാണ് ഈ ഭഗവാന്റെ മറ്റൊരു അത്ഭുതം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. വീണ്ടും ഒരു കഥയുമായി കാണാം. നമസ്കാരം.